ഹലോ പ്രസീത, എനിക്ക് കുറച്ച് സമയം കയറാനായിട്ട് സാധിച്ചിരുന്നു കേട്ടോ. ഞാനൊരു അത്ഭുതം പറയാനാണ് ഇപ്പോൾ വിളിച്ചത്. കുറച്ച് സാറ് യഥാർത്ഥത്തിൽ ഈ ആൾക്കാരുടെ സംസാരം ഒന്നും ഞാൻ കേട്ടില്ലെങ്കിലും സാറ് ധ്യാനം തുടങ്ങിയ സമയത്ത് എൻ്റെ ഫോൺ ഓണായി, കറണ്ടും വന്നു, ഞാൻ കേട്ടു. പക്ഷെ ഇപ്പോൾ ഈ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പേ എനിക്കൊരു വിസ ഉണ്ടായിരുന്നു. എനിക്കല്ല, ഒരു കൊച്ചിന് ഞാനൊരു വിസ, അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ ബിസിനസ് അതും കൂടെ ആണല്ലോ. അപ്പം അയർലൻഡിലേക്ക് ഒരു വിസ കൊടുക്കണം. 6 മാസമായി ആ കൊച്ചിൻ്റെ ഫയല് മേടിച്ച് ഞാൻ അയച്ചു കൊടുത്തിട്ട്. പക്ഷെ അതിന് ഇൻ്റർവ്യൂ ഇല്ല, ഒന്നുമില്ല. അവരെന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ന് അതിന് ഇൻ്റർവ്യൂ ഇന്നലെ പറഞ്ഞിരുന്നു. ഒരുപാട് ദിവസമായി, ഇന്ന്, നാളെ, മറ്റന്നാൾ, ചൊവ്വാഴ്ച, ബുധനാഴ്ച, ഇങ്ങനെ നീണ്ടു പോയിട്ട് 6 മാസമായി. അപ്പോൾ ഇന്നലെ പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ തന്ന ഫയല് തിരിച്ചതാ, പൈസ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ തന്ന ഫയല് തിരിച്ചതാ, അല്ലെങ്കിൽ ഫയല് വേണ്ട, നിങ്ങൾ ക്യാൻസൽ ചെയ്തു എന്നൊക്കെ ഞാൻ ഇങ്ങനെ വളരെ റൂഡായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇന്ന് ഇൻ്റർവ്യൂ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി 8:10 ഞാൻ അവർ ലിങ്ക് എനിക്ക് ഇട്ട് തന്നു. അങ്ങനെ 8:10 ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്തു, ആ കൊച്ചിന് ലിങ്ക് ഇട്ട് കൊടുത്തു. അതൊരു നേഴ്സാണ്, ലിങ്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ആ കൊച്ച് എനിക്ക് തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനകത്ത് കയറാൻ പറ്റുന്നില്ല, ഇത് ഫേക്കാണ്, ഫേക്ക് ID ആണ്, ഇതിനകത്ത് കയറാൻ പറ്റുക. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പറഞ്ഞു, ഒന്ന് നിൽക്കുക, ഇനി ഞാൻ അവർക്ക് മെസ്സേജ് കൊടുക്കാം, അപ്പോൾ അവർ വേറെ ലിങ്ക് ഇട്ട് തരും, അപ്പോൾ മോളൊന്ന് നിൽക്കെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഇടി വെട്ടി, ഫോൺ ഓഫായി, ഭയങ്കര കൺഫ്യൂഷൻ. ഈ വീട്ടിനകത്ത് എനിക്കറിയത്തില്ല, ഞാൻ ഒറ്റയ്ക്കാന്നല്ലോ താമസിക്കുന്നത്, എനിക്ക് അറിയത്തില്ല. ഭയങ്കരമായ മഴ. അപ്പം തന്നെ സമയം നോക്കുമ്പോൾ 9:57. നെറ്റ് കിട്ടുന്നേ ഇല്ല. എനിക്കങ്ങ് വെപ്രാളം കയറിയിട്ട് നടക്കത്തില്ല, നെറ്റ് കിട്ടുന്നില്ല. അവസാനം ഞാൻ IRS5 ദിസ് സിറ്റുവേഷൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞാൻ സങ്കടം കൊണ്ട് ഞാൻ സാറിന് ഞാൻ മെസ്സേജ് അയച്ചു, മഴയും ഇടിയാണ്, എനിക്ക് കയറാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് പ്രസീതയ്ക്ക് ഞാനിങ്ങനെ തന്നു. അപ്പോൾ ഈ കൊച്ചെന്തായി എന്ന് ഞാൻ ഈ കൊച്ചിൻ്റെ കാര്യമേ മറന്നുപോയി. അതിനകത്ത് ലിങ്കിൽ അതിന് കയറാൻ പറ്റുന്നില്ല അല്ലേ പറഞ്ഞത്. അത് ഞാനതങ്ങ് വിട്ട് എന്തെങ്കിലും ആട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ധ്യാനത്തിനെ കുറിച്ച് ചിന്തിച്ച് അവസാനം ഇങ്ങനെ പറഞ്ഞ് നന്ദി എല്ലാം പറഞ്ഞ് അങ്ങനെ എനിക്ക് കയറാൻ പറ്റി. അപ്പം ഞാനിങ്ങനെ കയറുമ്പം സാറ് പറയുകയാണ്, ഇനി നമുക്ക് ധ്യാനത്തിലേക്ക് കടക്കാം എന്ന് പറയുന്ന സമയത്ത് ഞാൻ കയറി. അപ്പോൾ ആൾക്കാരുടെ ടോക്കിങ്സ് ഞാൻ കേട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. കയറി ഇത് ധ്യാനമെല്ലാം കഴിഞ്ഞ് സാറ് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എടുക്കുമ്പോൾ ആ കൊച്ചിൻ്റെ ഫാദർ എന്നെ 2 പ്രാവശ്യം വിളിച്ചേക്കുന്നു. അപ്പം ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സോറി ചേട്ടാ, ഇത്രയും സമയമായി, ഒരു ധ്യാനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കണ്ടില്ലാന്ന്. അപ്പം അയാൾ കടകട ചിരിച്ചിട്ട് പറയാണ്, ടീച്ചറെ ഇൻ്റർവ്യൂ കഴിഞ്ഞു കേട്ടോന്നു. എനിക്ക് വന്ന സമാധാനവും നന്ദി സാറിനോട് പറയണേ, നന്ദി സാർ, താങ്ക് യു യൂണിവേഴ്സ്. കാരണം ഞാൻ അത്രമാത്രം ടെൻഷൻ ഒരു 2 മാസം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കതിനകത്ത് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല, എന്നാലും നമ്മൾ ഏറ്റെടുത്ത ഒരു ഫയല് ഭംഗിയായി നടക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ആൾക്കാരുടെ ക്രിറ്റിസിസം നമുക്ക് കേൾക്കണ്ടല്ലോ. അപ്പോൾ 6 മാസമായി. 5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഫയൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, വേണ്ട, വേറെ ആരെയും വിശ്വാസമില്ല, ടീച്ചറെ മാത്രമേ ഉള്ളൂ വിശ്വാസം, തിരിച്ച് ശ്രമിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ 6 മാസമായപ്പോൾ എനിക്കൊരു ക്ഷേമമായി. ഇവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, അങ്ങനെ ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമായിരുന്നു. 2-3 പ്രാവശ്യം സാറിനോട് പറയണമെന്ന് ഓർത്തിരുന്നു, ഇങ്ങനൊരു അവസ്ഥ എനിക്കുണ്ടെന്ന്. അപ്പോൾ ഇതിനേക്കാൾ വലിയ അവസ്ഥ ആൾക്കാർ പറയുന്നു. അപ്പം പിന്നെ ഇത് ഞാൻ എന്തിനാ പറയുന്നത് എന്നോർത്ത് ഞാൻ പറഞ്ഞില്ല. എന്തായാലും ഇന്ന് ഓൺ ദ സ്പോട്ട് അത് ഞാൻ സാറ് പോയി കഴിഞ്ഞിട്ട് മൊബൈലിൽ കാണിക്കുമല്ലോ 3, 2, 1 എന്ന് പറഞ്ഞ് സാറ് പോയി കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ഇത്